ഈ ഒരു 16,500 കിലോമീറ്ററിനുള്ളിൽ എനിക്കൊന്ന് മെയിൻ്റെനൻസ് എന്തൊക്കെയാണ് ചോദിക്കണം. വേർഷൻ 3 ഏറ്റവും മെയിനായിട്ട് കണ്ടുവരുന്ന ഒരു പ്രോബ്ലം 2-3 തവണക്കായിട്ട് എനിക്ക് മിസ്സിങ് അനുഭവപ്പെട്ടു. ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ഐസ്റ്റർ. അപ്പം നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ FZ വേർഷൻ 3യുടെ ഒരു ലോങ് ടേം റിവ്യൂയിലേക്കാണ് കേട്ടോ നിങ്ങൾ വന്നിരിക്കുന്നത്. ഈ ഒരു ബൈക്ക് ഞാൻ മേടിച്ചിട്ട് ഏകദേശം 1.5 വർഷമായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് നല്ല കാര്യങ്ങളും അതുപോലെ തന്നെ മോശപ്പെട്ട കാര്യങ്ങളും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ എടുത്തു പറയേണ്ട ഒരു കേസ് എഞ്ചിൻ റിഫൈൻമെൻറ്റിനെ കുറിച്ചാട്ടോ. ഈ ഒരു സെഗ്മെൻറ്റിലെ ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനായിട്ടാണ് Yamaha ഈ ഒരു ബൈക്കിനെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. എഞ്ചിൻ സൈഡിലോട്ട് നമ്മളൊന്ന് എത്തി നോക്കാൻ പോകുന്നുണ്ടെങ്കിൽ 149cc എയർ കൂൾഡ് സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് എഞ്ചിനാണ് കേട്ടോ ഈ ഒരു ബൈക്കിൽ വരുന്നത്. ഫ്രണ്ട് ബ്രേക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബൈറ്റും ഫീലും കോൺഫിഡൻസും തരുന്നുണ്ട് കേട്ടോ. ബാക്ക് ബ്രേക്കിൻ്റെ ഒരു സൈഡിലോട്ട് പോകുമ്പോൾ ഒരു മോശപ്പെട്ട അഭിപ്രായമാണ് കേട്ടോ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് ബ്രേക്കിനെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ നമുക്ക് ബാക്ക് ബ്രേക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അഥവാ ഇനി ബാക്ക് ബ്രേക്ക് മാത്രമേ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കിഡ് ആവാനും മറിഞ്ഞു വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പം ഈ കാണുന്ന 2 വീഡിയോകളിലും ഫ്രണ്ട് ബ്രേക്ക് മാത്രം യൂസ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഞാൻ വണ്ടി സ്റ്റോപ്പ് ആക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഒരു പെർഫോമൻസിനെ കുറിച്ച് അത്യാവശ്യം നല്ലൊരു ഐഡിയ കിട്ടിയില്ലേ. പിന്നീട് നിങ്ങൾ ഈ വീഡിയോയിൽ കാത്തിരിക്കുന്ന നേരം മൈലേജിനെ കുറിച്ചും അതുപോലെ തന്നെ മെയിൻ്റെനൻസിനെ കുറിച്ചായിരിക്കില്ല. മൈലേജിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മോഡൽ പോകണമെന്നുണ്ടെങ്കിൽ എക്കോണമിയിൽ പോകണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു 50-55 എന്തായാലും കിട്ടും. അഥവാ നിങ്ങൾ പൊളിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഒരു 45 എന്തായാലും കിട്ടും. ബൈക്കിൻ്റെ ഒരു ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ ടൈമിൽ ഞാൻ ജസ്റ്റ് ഒന്ന് മൈലേജ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ടൈമിൽ ഞാൻ എക്കോണമി മോഡൽ നമ്മൾ RPM കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്താണ് പോയിനെ. ആ ഒരു ടൈമിൽ കിട്ടിയൊരു മൈലേജ് എന്ന് പറയുന്നത് 56.7 അഥവാ 57 മൈലേജ് എന്ന് തന്നെ അറിയാം. ഇപ്പോൾ മൈലേജിൻ്റെ കാര്യത്തിൽ ആൾ പൊളിയാട്ടോ. ഇനി നമ്മൾ മെയിൻ്റെനൻസിൻ്റെ സൈഡിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത മാനേജബിൾ ആയിട്ടൊരു മെയിൻ്റെനൻസ് കേട്ടോ ഈ ഒരു ബൈക്കിന് വരുന്നത്. സാധാരണ സർവീസ് ചാർജ് എന്നൊക്കെ പറഞ്ഞാൽ 1000ൻ്റെ താഴത്തേക്കേ വരുള്ളൂ. ഇനി പാർട്സ് ചേഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചാർജ് ഉണ്ടാവും കേട്ടോ. ഈ ഒരു 16,500 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ എനിക്കൊന്ന് മെയിൻ്റെനൻസ് എന്തൊക്കെയാണെന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ബാക്ക് ടയർ ആട്ടോ, രണ്ടാമത് നമ്മൾ ഫോർക്ക് ഓയിൽ, മൂന്നാമത്തത് നമ്മൾ ബ്രേക്ക് പാഡ്സ് കേട്ടോ, നാലാമത് നമുക്ക് വന്ന് ക്ലച്ച് കേബിളും. ടയറിൻ്റെ ഒരു പ്രൈസിങ് പറയുന്നത് നമ്മൾ ചൂസ് ചെയ്യുന്ന ടയറിനനുസരിച്ചും ക്വാളിറ്റിക്ക് അനുസരിച്ചും കേട്ടോ. അപ്പോൾ സാധാരണ ഒരു 140-60 സെക്ഷനിലെ ടയറിന് 2700 ആ ഒരു റേറ്റൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ബൈക്കിൽ ഇൻസ്റ്റാൾ ചെയ്ത ടയർ എന്ന് പറയുന്നത് നമ്മൾ അപ്പോളോൻ്റെ ആൽഫ S1 എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഈ ഒരു മോഡലിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 3500-600 ആ റേറ്റിലാട്ടോ വരുന്നത്. നമ്മൾ ബാക്ക് ടയർ ചേഞ്ച് ആക്കിയത് ഒരു 14,500 കിലോമീറ്റർ ആ ഒരു ടൈമിലാണ് കേട്ടോ. പിന്നീട് ഞാൻ ഒരു ബൈക്കിൽ ചേഞ്ച് ആക്കി നമ്മളെ ബ്രേക്ക് പാഡ്സ് ആട്ടോ. ബാക്കത്തെ ബ്രേക്ക് പാഡിനാണ് ഏറ്റവും കൂടുതൽ റേറ്റ് വരുന്നത്. അപ്പോൾ ബാക്കത്തെ ബ്രേക്ക് പാഡിന് സർവീസ് കോസ്റ്റും പാടെ കൂടിയിട്ട് 1100 രൂപയാണ് എനിക്ക് വന്നത്. ഫ്രണ്ടത്തെ ബ്രേക്ക് പാഡിന് സർവീസ് കോസ്റ്റ് കൂട്ടിയിട്ടും 500 രൂപയിൽ താഴെ മാത്രമാണ് കേട്ടോ നമുക്ക് വന്നിട്ടുള്ളത്. ഒരു 11,000 കിലോമീറ്റർ ആ ഒരു ടൈമിലാണ് കേട്ടോ ഞാൻ ബ്രേക്ക് പാഡ് ചേഞ്ച് ആക്കിയത്. ഇങ്ങനത്തെ ബൈക്കുകൾ കണ്ടതിന് ഏറ്റവും വലിയൊരു പ്രശ്നം ടയർ ചത്തുന്നുള്ളത് കേട്ടോ. റൈറ്റ് സൈഡ് ടയർ നന്നായിട്ട് ചെത്തിയിട്ടുണ്ട്. നേരെ മറിച്ച് ലെഫ്റ്റ് സൈഡ് നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം ചെത്തിയിട്ടില്ല. ഇതിൻ്റെ ബാക്ക് സൈഡും ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഞാൻ മാറ്റിയ ടയർ റൈറ്റ് സൈഡ് നന്നായിട്ട് ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ബൈക്കിൽ വരുന്നത് ഏറ്റവും മെയിനായിട്ടൊരു എക്സ്പെൻസീവ് ആയിട്ടൊരു മെയിൻ്റെനൻസ് എന്നൊക്കെ പറയണേ. ടയറിൻ്റെ സൈഡിൽ നിന്ന് അത്യാവശ്യം നല്ലൊരു എക്സ്പെൻസ് വരുന്നുണ്ട് കേട്ടോ. പിന്നീട് ഈ ഒരു ബൈക്കിൽ മിസ്സിങ് ഉണ്ടോന്നാണ്. ഫസ്റ്റ് ജനറേഷൻ FZ-ൽ നന്നായിട്ട് മിസ്സിങ് കാണിച്ചാലും നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ 2-3 തവണ കയറ്റി എനിക്ക് ചെറുതായിട്ട് മിസ്സിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ കമ്പനിയിൽ ചെന്ന് കാട്ടിക്കൊടുത്തു. അവർ സ്പാർക്ക് പ്ലഗും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തു. അപ്പോഴൊന്നും അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ് നമ്മളെ ഫ്യൂൽ ടാങ്കിലേക്ക് വെള്ളം വീണതാവാനാണ് ഈ ഒരു മിസ്സിങ്ങിന് ചാൻസ് എന്ന്. ഓ, നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. വിമാനമല്ല, റോക്കറ്റ്. നമ്മൾ ഈ ഒരു മിസ്സിങ് കാണിച്ചിരിക്കുന്നത് ഒരു 500-1000 കിലോമീറ്റേഴ്സ് ആ ഒരു ടൈമിലാട്ടോ. ഈ ഒരു 16,500 കിലോമീറ്ററിനിടയിൽ എനിക്ക് ആകെ 3 വട്ടമാട്ടോ ഉണ്ടായിരിക്കണേ. ഇപ്പം അടുത്തൊന്നും ഉണ്ടായിട്ടുമില്ല. അപ്പോൾ സാധാരണ രീതിയിൽ മഴത്ത് നിർത്തുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി കഴുകുമ്പോൾ കുറച്ച് വെള്ളം ഉള്ളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരാനാണ് ഈ ഒരു മിസ്സിങ് ചാൻസ്. പിന്നീട് നമ്മൾ കോർണറിങ്ങിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു കോൺഫിഡൻസ് തന്നെയാണ് കേട്ടോ കോർണറിങ്ങിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് കിട്ടണം. ഏതൊരു ടൈമിലും ഏതൊരു കോർണറും എപ്പോൾ വേണമെങ്കിലും എടുക്കാൻ നല്ലൊരു മട്ടും ഭാവമാണ് ഞാൻ കണ്ടുകൊടുത്തോളം ഈ ഒരു ബൈക്കിൻ്റെ ക്യാരക്ടർ. കോർണറിങ്ങും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഇഷ്ടപ്പെടുന്ന ഒരാളാട്ടോ ഞാൻ. അപ്പോൾ ഈ ഒരു ഇഷ്ടം കൂടുതലുകൊണ്ട് തന്നെ റൈറ്റ് സൈഡിലേക്ക് ഞാൻ കോർണർ എടുത്തപ്പോൾ സൈലൻസർ ചെറുതായിട്ട് സ്ക്രാച്ച് ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ഒരു സ്ക്രാച്ച്. ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഫുട് പാക്ക് അത്യാവശ്യം തേഞ്ഞിക്കണം.
അപ്പോൾ ഊഹിച്ചാൽ തന്നെ മനസ്സിലാവുമല്ലോ കോർണറിങ്ങിൻ്റെ ഒരു കോൺഫിഡൻസ് എത്രത്തോളം ഉണ്ടെന്ന്. ഈ ഒരു വീഡിയോയിൽ സെൽഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു ലാഗ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലാഗിന് കാരണം എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് നോക്കിയപ്പോൾ ഞാൻ ഈ ഒരു ബൈക്കിൽ 4 ഇൻഡിക്കേറ്റർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഹസാർഡ് ലൈറ്റ്. അപ്പോൾ ഈ ഒരു ഹസാർഡ് ലൈറ്റ് ഇൻസ്റ്റാൾ ചെയ്താൽ തന്നെ നമ്മളൊരു ബാറ്ററിക്ക് ചെറിയൊരു ലാഗ് കുറച്ച് കാലം കഴിഞ്ഞാൽ വരുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരാനുള്ളൊരു ലാഗ് ആവാനാണ് ഈ ഒരു ചാൻസ്. അപ്പോൾ ഈ ഒരു ലാഗ് നമ്മൾ മിസ്സിങ്ങിൻ്റെ പോലെ തന്നെയാണ്, എപ്പോഴൊന്നുമില്ല, ഇടയ്ക്കേ വരാറുള്ളൂ. സസ്പെൻഷൻ്റെ സൈഡിലോട്ട് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ 41mm ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് കേട്ടോ ഫ്രണ്ട് സൈഡിൽ വന്നിട്ടുള്ളത്. ഫ്രണ്ട് സൈഡിലത്തെ സസ്പെൻഷൻ അത്യാവശ്യം ഒരു സ്മൂത്ത് സൈഡിലോട്ടാണ് പോയിട്ടുള്ളത്. നേരെ മറിച്ച് ബാക്ക് സൈഡിലെ സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫറാണ് ഫ്രണ്ടത്തിനെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ. ഫ്രണ്ട് സൈഡിൽ അത്യാവശ്യം സോഫ്റ്ററായ ഒരു സസ്പെൻഷൻ കൊടുത്തതിനാൽ തന്നെ നമുക്ക് പോക്കറ്റ് റോഡിലെ ഒരു ബമ്പി ഫീലൊക്കെ ഉണ്ടല്ലോ, അതൊന്നും അധികം നമ്മൾ ആ ഹാൻഡിൽ ബാറിലേക്ക് ലഭിക്കുന്നില്ല. അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിട്ടോ. ഹെഡ്ലൈറ്റിനെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മോശപ്പെട്ട അഭിപ്രായമാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പറയാൻ കാരണം സ്ട്രൈറ്റ് ആയിട്ട് വലിയ കുഴപ്പമില്ലാത്ത വ്യൂ ഉണ്ടെന്നുണ്ടെങ്കിലും വിടുത്ത് വളരെ കുറവാണ്. ഇതിപ്പോൾ നമ്മൾ വലിയൊരു മെയിൻ റോഡിലോ അതുപോലെ തന്നെ ഒരു ഹൈവേക്കോ കയറണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബുദ്ധിമുട്ട് തന്നെ ഫീൽ ചെയ്യും കേട്ടോ. നേരെ മറിച്ച് പോക്കറ്റ് റോഡിലാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. ഇതാണ് കേട്ടോ ഒരു നൈറ്റുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ കണ്ടാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പോക്കറ്റ് റോഡിന് കറക്റ്റായിട്ടുള്ളൊരു വിടുത്താണ് ഇതിന്. അപ്പോൾ ഒരു ഹൈവേയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു മെയിൻ റോഡിലൊക്കെ കയറുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് നന്നായിട്ട് മനസ്സിലാവും കേട്ടോ. വൈബ്രേഷനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ വൈബ്രേഷൻ എല്ലാം തന്നെ പറയാം കേട്ടോ. പക്ഷേ ഒരു 80-85 വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പൊടിക്ക് വൈബ്രേഷൻ ഉണ്ടാവും. അതൊരു ഹൈ റവിങ് RPM-ലാണ് നമുക്ക് കറക്റ്റായിട്ട് ഫീൽ ചെയ്യുന്നത്. ടാങ്കിലും അതുപോലെ തന്നെ സീറ്റിലുമാണ് നമുക്ക് ഈ ഒരു വൈബ്രേഷൻ കാര്യമായിട്ട് അനുഭവപ്പെടുന്നത്. ഈ ഒരു FZ-V3 ഏറ്റവും മെയിനായിട്ട് കണ്ടുവരുന്നൊരു പ്രോബ്ലം നമ്മൾ ടാങ്കിൻ്റെ ഒരു ക്ലിപ്പ് പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥ കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലിപ്പ് പൊട്ടിപ്പോകണമെന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ത്രിബിൾ വെക്കുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ വെയിറ്റുള്ള സാധനം നമ്മൾ മുന്നിൽ വെക്കുമ്പോഴാണ് ഈ ഒരു ക്ലിപ്പ് പൊട്ടിപ്പോയി കണ്ടിട്ടുള്ളത്. നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ കഴിയും കേട്ടോ. ക്ലച്ചിൻ്റെയും ഗിയർ ബോക്സിൻ്റെയും സൈഡിലോട്ട് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ക്ലച്ച് ഭയങ്കര ലൈറ്റ് ക്ലച്ചാട്ടോ. ഇപ്പോൾ കണ്ടില്ലേ ഈ ഒരു ഒറ്റ വിരലായിട്ടാണ് ഞാൻ ഈ ക്ലച്ച് പിടിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ലൈറ്റാണെന്ന് ഞാൻ പറയണ്ടല്ലോ. പിന്നെ ഗിയർ ബോക്സിൻ്റെ സൈഡിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു സ്മൂത്തായിട്ടുള്ള ഷിഫ്റ്റിംഗ് ആട്ടോ ഗിയർ ബോക്സിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് കിട്ടണേ. പിന്നീട് ഈ ഒരു ബൈക്കിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 2-3 കാര്യങ്ങളുണ്ട് കേട്ടോ. അതിലൊന്നാണ് നമ്മൾ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ. ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിൻ്റെ ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഇത്രയേറെ സ്ഥലം ഉണ്ടായിട്ടും ഈ ഒരു ചെറിയൊരു സ്പേസിലാണ് ഇതിൻ്റെ ഡിജിറ്റൽ കൺസോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതൊരു ഭയങ്കര ബോറായിട്ട് എനിക്ക് തോന്നിട്ടോ. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഡിജിറ്റൽ കൺസോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിലൊരു സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷനും അതുപോലെ തന്നെ നമ്മളൊരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ ഉപകാരമായിരുന്നു. ഈ ഒരു ബൈക്ക് BS4 വേരിയൻ്റ് ആട്ടോ വരുന്നത്. BS6 വേരിയൻറ്റിൽ സൈഡ് സ്റ്റാൻഡ് സെൻസർ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ബൈക്കിൽ ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്രോൾ ടാങ്ക് തുറക്കുമ്പോൾ അതിൻ്റെ ഒരു മൂടി നമ്മളെ കയ്യിലോട്ട് വരുന്നുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒരു ഇറിറ്റേഷൻ മാതിരി ഫീൽ ചെയ്യും. അതൊരു മാനേജബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്, അത്ര വലിയ കുഴപ്പമുള്ളൊരു കാര്യമൊന്നുമല്ല. പിന്നീട് എനിക്ക് ഈ ബൈക്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു ഫീൽ തന്നെ കേട്ടോ. നമ്മൾ ഈ റൈഡർ സീറ്റിൽ ഇരുന്നാണ്ട് ഈ ഒരു വ്യൂ ഉണ്ടല്ലോ, അതൊരു രക്ഷയില്ല, ഒരു അടിപൊളി ഫീലാട്ടോ. നമുക്കൊരു 150cc ഇരിക്കുന്ന ഒരു ബൈക്കിൻ്റെ ഫീൽ ഒരിക്കലും ഈ ഒരു ബൈക്ക് തരുമല്ലോ കേട്ടോ. എങ്ങനെയാലും ഒരു ബിഗ് ബൈക്ക് ഫീൽ ഈ ഒരു ബൈക്ക് നമുക്ക് തരുള്ളൂ. ഈ ഒരു ബൈക്കിൻ്റെ ടാങ്കിന് കേട്ടോ അതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ലുക്കിൻ്റെ സൈഡിലോട്ട് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ലുക്ക് തന്നെ കേട്ടോ. ഈ ഒരു സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതിൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സൈഡ് എന്ന് പറയുന്നത് നമ്മളെ ബാക്കത്തെ ടയർ സെക്ഷനും അതുപോലെ തന്നെ ടയർ ഹഗ്ഗറും അതുപോലെ ഇൻഡിക്കേറ്റേഴ്സുമാണ്. ടയർ സെക്ഷൻ്റെ ഒരു സൈഡിലോട്ട് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ബോറായിട്ടില്ല മാതിരിയാണ് കേട്ടോ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത്. ഒന്നും പാടെ ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു എന്ന് തോന്നി. ടയർ ഹഗ്ഗറിൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം നല്ലൊരു വലിയ സൈസായിട്ടുള്ള ടയർ ഹഗ്ഗറാണ് വരുന്നത്. അതിൻ്റെ ഒരു മോഡലൊക്കെ തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നീടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആട്ടോ. ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞാൽ FZ ഇറങ്ങിയ കാലം തൊട്ടുള്ള ഒരു ഇൻഡിക്കേറ്റേഴ്സാണ് ഇപ്പോൾ ഈ ഒരു ബൈക്കിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊരു ചേഞ്ച് വരുത്തിയ സ്ഥിതിക്ക് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഒരു ഭാഗത്തു നിന്ന് ചേഞ്ച് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ലുക്ക് തന്നെ ഈ ഒരു ബൈക്കിന് കിട്ടിയിരുന്നു. പിന്നെ ഈ ഒരു ബൈക്കിൻ്റെ മെയിൻ അട്രാക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു കീ പ്ലേസ് ചെയ്തൊരു സ്ഥലം തന്നെ കേട്ടോ. സാധാരണ രീതിയിൽ പ്രീമിയം ബൈക്സിനാണ് ഈ ഒരു കീ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബൈക്കിനെ കൊടുത്തുകൊണ്ട് തന്നെ നമുക്കൊരു പ്രീമിയം ടച്ച് ഈ ഒരു ബൈക്കിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ഈ ഒരു ബൈക്കിൻ്റെ പവറിൻ്റെ സൈഡിലോട്ട് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലീനിയർ പവർ ആട്ടോ ഈ ഒരു ബൈക്കിന് വന്നിരിക്കുന്നത്. 0-100 വലിയ മടിയില്ലാതെ കയറുന്നുണ്ടെന്നുണ്ടെങ്കിലും 100ന് ശേഷം ആൾക്ക് നല്ലൊരു മടി ഉണ്ടാവും കേട്ടോ കയറാം.
ഈ ഒരു വീഡിയോ കാണുമ്പോൾ അത്യാവശ്യം ഒരു ഐഡിയ ഇട്ടുണ്ടാവും. ഈ വണ്ടിയുടെ പവർ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇനീഷ്യലും അതുപോലെ തന്നെ നമ്മൾ മിഡ് റേഞ്ചിലുമാണെന്ന്. അപ്പോൾ ഈ ബൈക്കിൻ്റെ ടോപ്പ് സ്പീഡ് പറയുന്നത് 126 km ആണ് കേട്ടോ. പിന്നെ ഈ ഒരു ബൈക്ക് വരുന്ന BS4 വരുന്നുണ്ട് കേട്ടോ. BS6 ടോപ്പിൻ്റെ കാര്യത്തിൽ ഇതിൻ്റെകളും കുറച്ചും പാടൊരു പൊടിക്ക് കുറയും. അപ്പോൾ എനിക്ക് കിട്ടിയ പണികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആ ഒരു വൈബ്രേഷൻ്റെ ഒരു സീനും അതുപോലെ തന്നെ ആ ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു പ്രോബ്ലമാണ്. പിന്നെ ഈ ഒരു FZ-ൽ സാധാരണ കണ്ടുവരുന്നൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ആ ഒരു ടാങ്കിൻ്റെ ഒരു ക്ലിപ്പ് വിട്ടുപോണ ഒരു കേസാട്ടോ. ആ ഒരു ക്ലിപ്പ് വിട്ടുപോണ കേസ് നമുക്ക് എങ്ങനെ തടയാമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതിൽ ത്രിബിളും അതുപോലെ തന്നെ മുന്നിൽ അധികം വെയിറ്റുള്ള സാധനങ്ങൾ വെക്കാതിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം ഓക്കെയാണ്. പിന്നെ നമ്മൾ ആ ബൈക്കിന് ആ ക്ലിപ്പിൻ്റെ ആ സീൻ ഇതുവരെയായിട്ട് വന്നിട്ടില്ല കേട്ടോ. പിന്നീട് ആ സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു കുഴപ്പം ഹസാർഡ് ലൈറ്റ് കയറ്റിയിട്ടാണ് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞ്. അപ്പോൾ ഇതേപോലെ അനുഭവമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക കേട്ടോ. പ്ലാസ്റ്റിക് സൈഡിൻ്റെ ഒരു ക്വാളിറ്റിയിലോട്ട് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ അപ്പുറം അത്യാവശ്യം വലിയ കുഴപ്പമില്ല, എന്നാൽ ലോവർ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് മോശമാണ് കേട്ടോ. പിന്നീട് ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിൻ്റെ സൈഡിലോട്ട് പോകുമ്പോൾ ഇതേപോലെ നിൽക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ അളകുന്നുണ്ട്, അത് കുറച്ച് മോശമായിട്ട് തോന്നിയിട്ടോ. പിന്നീട് ഈ ബൈക്കിൻ്റെ പ്രോബ്ലം എന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മൾ അറിഞ്ഞുകൊണ്ട് വാങ്ങിയൊരു കുഴപ്പമാട്ടോ. അപ്പോൾ ഈ വണ്ടിക്ക് ബാക്കിൽ ABS വരുന്നില്ല, അതുകൊണ്ട് തന്നെ ചില ടൈമിലൊക്കെ നമ്മൾ ബ്രേക്ക് കൊടുക്കുമ്പോൾ ബാക്ക് ടയർ സ്കിഡാവുന്നുണ്ട്. അപ്പോൾ കുറേ ടൈമിൽ എനിക്ക് സ്കിഡായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കുറച്ച് മോശമായിട്ട് തോന്നി. പിന്നീട് ഈ ഒരു ബൈക്കിൻ്റെ കുഴപ്പമെന്ന് പറയുന്നത് നമ്മളെ ഫ്രണ്ട് ബ്രേക്കിനാണ് കേട്ടോ. ഫ്രണ്ട് ബ്രേക്ക് ഒരു ഓഫ് റോഡൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കല്ലൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ അവിടെ നിന്നൊരു സൗണ്ട് കേൾക്കും. ആ സൗണ്ട് കേട്ടതിന് ശേഷം പക്ക പ്രോപ്പറായിട്ട് നമ്മളെ ബ്രേക്ക് വർക്ക് ചെയ്യില്ല. അതൊരു കുഴപ്പമായിട്ട് തോന്നിയിട്ടോ. പിന്നീട് ഈ ബൈക്ക് ആർക്കൊക്കെ സ്യൂട്ടാന്ന് എന്നോട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഒരു 250cc ലുക്കൊക്കെ വേണം, എന്നാൽ അത്രത്തോളം പവറൊന്നും വേണ്ട. ടോപ്പിൻ്റെ ഒന്നല്ല ലക്ഷ്യം, അത്യാവശ്യം സെറ്റ് യൂസും കാര്യങ്ങളൊക്കെ വേണം, ഫാമിലി ആയിട്ടും പോകണം. അങ്ങനത്തെ ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റാണ് കേട്ടോ. പവറിനേക്കാട്ടിലും കൂടുതൽ കംഫർട്ടിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. അതുപോലെ ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. പിന്നീട് ഈ ബൈക്ക് ആർക്കൊക്കെ സ്യൂട്ടാവില്ല എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 200cc നിന്നും വരുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി സ്യൂട്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പവർ ലാഗ് നന്നായിട്ട് ഫീൽ ചെയ്യും. പിന്നീട് R15 പോലെ ഒരു ടോപ്പ് എൻഡ് ബൈക്കാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഇവനെ കൊണ്ട് കഴിയില്ല കേട്ടോ. ഇവൻ്റെ പെർഫോമൻസ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളെ ഇനീഷ്യലും മിഡ് റേഞ്ചിലുമാണ്. അപ്പോൾ ടോപ്പ് എൻഡ് പ്രതീക്ഷിച്ച് വരുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബൈക്ക് നോക്കാതിരിക്കുക നല്ലത്. പിന്നീട് ഹൈവേ റൈഡ്സും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്യൂട്ട് അല്ലാന്നേ ഞാൻ പറയുള്ളൂ. നിങ്ങളൊരു 100 എബോ പെർഫോമൻസ് ആണെന്ന് ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ ഇവന് സ്യൂട്ടല്ല കേട്ടോ. പക്ഷെ ഒരു 80 to 90 ആ ഒരു ഇതിലാണെന്നുണ്ടെങ്കിൽ ഇവന് ഓക്കെയാണ്. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിച്ചാൽ അടുത്ത വീഡിയോ